എന്നാലും ഇപ്പോൾ പോളിംഗ് ശതമാനം ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുമെന്ന് 77.50% ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറയുന്നത്. 79.40 80 കടക്കും 79.40. അപ്പോൾ മാത്രമല്ല 80% കടന്ന 28 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ചിറ്റൂരിലാണ് രേഖപ്പെടുത്തിയത് 84.52. കുന്നത്തുനാടിൽ 83.60 എന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ചിലപ്പോൾ ഇതും മാറി മറിഞ്ഞു എന്ന് വരാം. അവസാന കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അസിതയാണ് പറയേണ്ടത്. ഇനി അസിത, ഇനി കാരണം എം വി ജയരാജൻ തന്നെ പറയുന്ന പോളിംഗ് ശതമാനം ഉയർന്നു എന്നതിൻ്റെ പേരിൽ ചില ഗസിങ്ങൊക്കെ നടന്നത് ശരിയല്ല. പക്ഷേ ആർക്ക് അനുകൂലമാണ്? എന്തായാലും മെയ് 4-ാം തീയതി വരെ അല്ലെങ്കിൽ 3-ാം തീയതി രാത്രി വരെയെങ്കിലും ആളുകളുടെ ഉറക്കം കെട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല, പ്രത്യേകിച്ച് മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക്. തീർച്ചയായും ബിസ്കൻ, എന്തായാലും ഇനിയിപ്പോൾ മുന്നണികൾ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലിലേക്ക് കടക്കും. അവർ ഇനി എത്രയൊക്കെ പരസ്യമായി അതിൽ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അവർ കണക്കുകൂട്ടലിലേക്ക് കടക്കുമെന്നതിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ ഈ ഉയർന്ന പോളിംഗ് ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചനയാണ് എന്നത് ഉറപ്പുമാണ്. ഈ SIR-മായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് ഈ പുതുക്കിയ പട്ടികയൊക്കെ വന്നതിന് പിന്നാലെ ഇന്നിപ്പോൾ ഈ ക്യൂവിലൊക്കെ നിൽക്കുന്ന പല ആളുകളോടും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോയ പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇതിന് ശേഷം വരുന്ന ആദ്യത്തെ ഇലക്ഷനാണിത്. SIR പൂർണ്ണമായും നടപ്പിലാക്കിയ ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് പൗരത്വത്തിനടക്കം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊക്കെ പല ആളുകളും പ്രകടിപ്പിച്ചു കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു പേടി കൂടിയായിരിക്കണം കൂട്ടത്തോടെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാരണമായത് എന്നതുകൂടി കരുതുന്നുണ്ട്. ഈ നാട്ടിൻപുറത്തേക്കുള്ള ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് പല കാര്യങ്ങൾക്കും നമുക്കത് പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ഒരു പേടിയായിരിക്കാം, ഈ പോയ കുറെ കാര്യങ്ങൾ കൊണ്ടുണ്ടായ പേടിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കണം ഇത്രയും ആളുകൾ എത്തിയത് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ എന്തായാലും ഈ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ, ഏതെങ്കിലും ഒരു വേവിന്റെ സൂചനയായി മാറും എന്നതും ഉറപ്പാണ്. ഇപ്പോൾ LDF നേതാക്കളെ അതായത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDF-ന് അനുകൂലമായി വരുമെന്നുള്ളതായിരുന്നല്ലോ പൊതുവിലുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, LDF നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ അവർക്ക് അങ്ങനെ ഒരു ആശങ്കയുള്ളതായി തോന്നുന്നില്ല. മാത്രമല്ല പോളിംഗ് ശതമാനം ഉയരുമ്പോഴും രാവിലെ മുതൽ തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള സ്ഥിരതയാർന്ന പ്രതികരണം നടത്തുന്നത് LDF നേതാക്കളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ മറ്റൊരു കാരണം, ഇപ്പോൾ നമ്മളടക്കം ഗ്രൗണ്ടിലേക്ക് പോയിരുന്നല്ലോ, എല്ലാ ജില്ലകളിലേക്കും പോകുന്നു, ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം പൊതുവിൽ എവിടെയും ഉള്ളതായി ആരും പറയുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് 10 വർഷമായല്ലോ, ഇനിയൊരു മാറ്റം വേണമെങ്കിലാകാം, ഇങ്ങനെ മാത്രമാണ്. അപ്പോൾ ഈ 10 വർഷത്തെ കാര്യങ്ങളിൽ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം വീണ്ടും വീണ്ടും ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ ഉയരുമ്പോഴും ആ പ്രതികരണങ്ങളുടെ അടിസ്ഥാനം എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് ഏതെങ്കിലുമൊക്കെ നിലയിൽ ട്രെൻഡായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.